ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ നവംബർ 2024 PSC നടത്തിയ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വാല്യൂ ഓഫ് ദ ബീറ്റ ഫംഗ്ഷൻ ബീറ്റ Z1 ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ 1/z, ഓപ്ഷൻ ബി 1/z+1, ഓപ്ഷൻ സി 1/z into z plus 1, ഓപ്ഷൻ ഡി z minus 1 divided by z plus 1. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഒരു ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് അത് സോൾവ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ബീറ്റ mn is equal to ഗാമ m ഗാമ n divided by ഗാമ m plus n. നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബീറ്റ Z1 ആണ്. അതിനുവേണ്ടി എമ്മിന് പകരം Z എന്നും എന്നിന് പകരം 1 എന്നും ഇക്വേഷൻ 1-ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ബീറ്റ Z1 is equal to ഗാമ Z ഗാമ 1 divided by ഗാമ Z plus 1, ഇക്വേഷൻ 2. നമുക്കറിയാം ഗാമ n എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയലാണ്. അതുപോലെ ഗാമ n+1 എന്ന് പറയുന്നത് n ഫാക്ടോറിയലാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഉപയോഗിച്ച് ഇക്വേഷൻ 2-നെ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 2-നെ നമുക്ക് ഇങ്ങനെ എഴുതാം: ബീറ്റ Z1 ഈസ് ഈക്വൽ ടു Z-1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Z ഫാക്ടോറിയൽ. ഇതാണ് ഇക്വേഷൻ 3. ഈ Z-1 ഫാക്ടോറിയൽ എത്രയാണെന്ന് എഴുതാം. Z-1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 into 2 into 3 into എക്സെട്ര Z-2 into Z-1 ആണ്. അതുപോലെ Z ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 into 2 into 3 into Z-1 into Z ആണ്. അപ്പോൾ ഈ Z-1 ഫാക്ടോറിയലും Z ഫാക്ടോറിയലും നോക്കുമ്പോൾ നമുക്ക് Z ഫാക്ടോറിയലിനെ മോഡിഫൈ ചെയ്ത് എഴുതാം Z-1 ഫാക്ടോറിയൽ ഇൻറ്റു Z എന്ന്. അപ്പോൾ ഈ കിട്ടിയ Z-1 ഫാക്ടോറിയലിൻ്റെയും Z ഫാക്ടോറിയലിൻ്റെയും വാല്യൂ ഇക്വേഷൻ 3-ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കിട്ടും ബീറ്റ Z1 ഇസ് ഈക്വൽ ടു Z-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Z-1 ഫാക്ടോറിയൽ ഇൻറ്റു Z. ഇവിടെ ന്യൂമറേറ്ററിലും ഉണ്ട് Z-1 ഫാക്ടോറിയൽ, അതുപോലെ ഡിനോമിനേറ്ററിലും Z-1 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി കിട്ടുന്നത് ബീറ്റ Z1 ഈസ് ഈക്വൽ ടു 1/z. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.